ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് യേശുവിന് വേണ്ടി ഫുൾ ടൈമറായി ജീവിതം മുഴുവൻ വ്യയം ചെയ്ത, അവസാന ശ്വാസം വരെ കർത്താവിനായി പോരാടിയ ഒരു ധീരയോദ്ധാവിനെയാണ്. മോശയുടെ പിൻഗാമിയും ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചവനുമായ ജോഷുവ എന്ന ധീരയോദ്ധാവാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ മുഖ്യ ക്യാരക്ടർ. ജോഷ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. യാഹുവയാണ് രക്ഷ എന്നീ രണ്ട് വാക്കുകളിൽ നിന്ന് യാഹുവേ, ഷ്വാ എന്നീ രണ്ട് ഹീബ്രു പദങ്ങൾ ഒന്നുചേർന്നുണ്ടായ നാമമാണ് ജോഷ എന്ന നാമം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടു, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ പൂഴി പോലെയും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു പഞ്ചഗ്രന്ഥിയിൽ നാം കണ്ടത്. രണ്ടാമത് കർത്താവ് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശം. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ബൈബിളിലെ 6ാമത്തെ പുസ്തകമായ ജോഷയുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടത്തിൽ കാനാൻ ദേശം ചിതറിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു. പ്രത്യേകമായ ഒരു ഭരണ സംവിധാനമോ നേതൃത്വമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഈ കാനാൻ ദേശം. അതുകൊണ്ട് തന്നെ ശക്തരായ നാട്ടുരാജാക്കന്മാർ ശക്തി കുറഞ്ഞ നാട്ടുരാജാക്കന്മാരുമായി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവരുടെ കൈവശം വയ്ക്കുകയും ചെയ്യുന്ന ആഭ്യന്തര കലഹം നിറഞ്ഞ ഒരു വേളയിലാണ് ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം പിടിച്ചെടുക്കുന്നത്. ഇത് ഒരു നിമിഷം കൊണ്ട് പിടിച്ചെടുക്കിയ സ്ഥലമല്ല, ക്രമാനുഗതമായാണ് അവർ കാനാൻ ദേശം പിടിച്ചടക്കിയത്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നാം കാണുന്നത് ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം കീഴടക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ്. അതിൽ തന്നെ ആദ്യ ഭാഗത്ത് കർത്താവായ ദൈവം ജോഷയ്ക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്: ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ജോഷയുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഈ ആവർത്തനത്തിലൂടെ ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് ജോഷ 2 ചാരന്മാരെ ജെറീക്കോ പട്ടണം നിരീക്ഷിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. കാനാൻ ദേശത്തിലെ തെക്ക് കിഴക്കൻ സമതലത്തിലുള്ള ഒരു വലിയ പട്ടണമാണ് ജെറീക്കോ. ഈ ജെറീക്കോ പട്ടണം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ജോഷുവ 2 ചാരന്മാരെ അയക്കുന്നത്. എന്നാൽ ജെറീക്കോ രാജാവ് ഈ ചാരന്മാരെ കുറിച്ച് അറിഞ്ഞ പക്ഷം അവരെ പിടികൂടാനായിട്ട് പടയാളികളെ അയക്കുന്നുണ്ട്. ആ സമയത്ത് ജെറീക്കോയിലെ വേശ്യാവൃത്തിയിൽ പെട്ടിരുന്ന റാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ ഈ 2 ചാരന്മാർ അഭയം തേടുന്നു. ആ സമയത്ത് ജെറീക്കോ രാജാവിൻ്റെ പടയാളികൾ ഈ റാഹാബിൻ്റെ വീട്ടിലെത്തുകയും തുടർന്ന് ഇവരെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ചാരന്മാർ വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ എത്തിയ വിവരമറിഞ്ഞ് ജെറീക്കോ രാജാവ് പടയാളികളെ റാഹാബിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ റാഹാബ് തെറ്റായ വിവരങ്ങൾ നൽകി അവരെ കബളിപ്പിച്ച് ദൂതന്മാരെ തിരിച്ചയക്കുന്നു. സുരക്ഷിതരായി ഇസ്രായേൽ ചാരന്മാരെ അവരുടെ ദേശത്തേക്ക് തിരിച്ചയക്കുന്നു. ആ സമയത്ത് റാഹാബിൻ്റെ മനോഹരമായ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. പുതിയ നിയമത്തിൽ കാസറെ ഫിലിപ്പയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ പത്രോസ് വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതുപോലൊരു വിശ്വാസ പ്രഖ്യാപനം റാഹാബിൽ നിന്നും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ജോഷ 2:11 റാഹാബിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നാം കാണുന്നത്. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും ഇസ്രായേലിൻ്റെ കർത്താവായ യാഹുവ തന്നെയാണ് ദൈവമെന്ന് ഉള്ള മനോഹരമായൊരു വിശ്വാസ പ്രഖ്യാപനമാണ് റാഹാബ് നടത്തുന്നത്. തുടർന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജെറീക്കോ പട്ടണം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. എന്നാൽ ജെറീക്കോ പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവർക്ക് ജോർദാൻ നദി കടക്കണം. വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാൻ നദിയിൽ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ തന്നെ അവിടുത്തെ ഒഴുക്ക് നിലയ്ക്കുകയും വരണ്ട ഭൂമിയിലൂടെ
അവർ ജോർദാൻ അക്കരെ കടക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്തരമായ ഈ ഇടപെടൽ ദർശിച്ച ഇസ്രായേൽ ജനം ഗിൽഗാലിൽ 12 കല്ലുകളെടുത്ത് ഒരു സ്മാരകശില ഉണ്ടാക്കുന്നുണ്ട്. ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വൃത്തത്തിൽ നാട്ടി നിർത്തിയ കല്ലുകൾ എന്നാണ്. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നാം സ്മാരകശിലകൾ സ്ഥാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം യാഹ്വയുടെ മഹനീയമായ കൃത്യങ്ങൾ തലമുറകളിലേക്ക് വിളംബരം ചെയ്യുക. രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം ഇസ്രായേൽ ജനം ദൈവത്തെ ഭയപ്പെടുക. മൂന്നാമത്തേത് വിജാതിരുടെ ഇടയിലും കർത്താവിന് മഹത്തരമായ നാമം ഉണ്ടാക്കുക. ഈ 3 ലക്ഷ്യങ്ങളാണ് സ്മാരകശിലകൾ വയ്ക്കുന്നതിലൂടെ ഇസ്രായേൽ ജനം ഓർത്തെടുക്കുന്നത്. 6 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനം നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ജെറീക്കോ പട്ടണത്തെ സമീപിച്ച ഇസ്രായേൽ ജനത്തിന് ദൈവം നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശാനുസരണം അവർ 6 ദിവസം വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതന്മാരും ജനവുമടക്കം 6 ദിവസം അവർ ജെറീക്കോ പട്ടണം വലം വയ്ക്കുന്നുണ്ട്. 7-ാം ദിവസം 7 പ്രാവശ്യം വലം വയ്ക്കുകയും കാഹളനാദം മുഴക്കുകയും ആർത്തട്ടഹസിക്കുകയും ചെയ്തു. അതോടുകൂടി ജെറീക്കോയുടെ മതിൽ തകർന്നു വീഴുകയാണ്. കർത്താവിന് വലിയൊരു അത്ഭുതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അത്ഭുതങ്ങളിലൂടെയെല്ലാം കർത്താവ് നൽകുന്ന സന്ദേശം ഒന്നു മാത്രമാണ്. എത്ര വലിയ സംരക്ഷണത്തിൻ്റെ കോട്ടകൾ നമുക്ക് ചുറ്റും പണിതുയർത്തിയാലും കർത്താവ് നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം. ഇവിടെ നശിപ്പിക്കുക എന്ന വാക്കിന് ഹീബ്രു പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെരേം എന്ന പദമാണ്. ഇത് പല ആവൃത്തിയിലും ഈ ജോഷയുടെ പുസ്തകത്തിൽ ഈ വാക്ക് ആവർത്തിച്ച് പറയുന്നതായി നാം കാണുന്നുണ്ട്. തുടർന്ന് അവർ ആയി പട്ടണം കീഴടക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. ആ എന്ന വാക്കിൻ്റെ അർത്ഥം നാശകുമ്പാരം എന്നാണ്. ബദേലിന് സമീപമുള്ള ഒരു ചെറിയൊരു പട്ടണമാണ് ഈ ആയ് പട്ടണം. ജെറീക്കോ എന്ന വലിയ പട്ടണം കീഴടക്കിയതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന ഇസ്രായേൽ ജനം ഈ ആയ് പട്ടണം വളരെ എളുപ്പത്തിൽ തന്നെ കീഴടക്കാമെന്ന് വ്യാമോഹിച്ചു. എന്നാൽ ആയ് പട്ടണത്തിലെ നിവാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ദാരുണമായിട്ട് പരാജയപ്പെടുകയാണ്. തങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം അവർ യാഹ്വയോട് ആരായുന്നുണ്ട്. അവിടെ യാഹ്വ പറയുന്ന ഉത്തരം ഇതാണ്: ആഖാന്റെ പാപമാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. സേര കുലത്തിലെ സബ്ദി കുടുംബത്തിലെ കാർമിയുടെ പുത്രനായിരുന്നു ആഖാൻ. അദ്ദേഹം ചെയ്ത പാപം ഇതായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു കൊള്ള മുതലിൽ നിന്ന് ഒന്നും തന്നെ എടുക്കരുതെന്നത്. എന്നാൽ ആഖാൻ ഈ കൽപ്പന ലംഘിച്ച് 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ കനമുള്ള സ്വർണ്ണക്കട്ടിയും ഈ കൊള്ളമുതലിൽ നിന്ന് എടുത്തു. അതായിരുന്നു ആഖാൻ ചെയ്ത പാപം. അതിൻ്റെ ഫലമായി ആഖാനും ആഖാന്റെ കുടുംബവും ആഗോർ താഴ്വരയിൽ വെച്ച് അഗ്നി അയച്ച് കർത്താവ് അവരെ ദഹിപ്പിക്കുകയാണ്. ആഖാന്റെ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് കർത്താവിനോട് 100% വിശ്വസ്തത പുലർത്തണം എന്നതാണ്. അത്യാഗ്രഹം നമ്മുടെ നാശത്തിന് കാരണമാകും. തുടർന്ന് ആയി പട്ടണം ഇസ്രായേൽക്കാർ കീഴടക്കുകയും അതിന് നന്ദി സൂചകമായിട്ട് യാഹ്വയ്ക്ക് ഏബാലിൽ വെച്ച് അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ പല നാട്ടുരാജ്യങ്ങളും കീഴടക്കുകയും അങ്ങനെ അവർ വിജയശീലാതരായി യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വലിയൊരു കഥയാണ് നമ്മൾ 12-ാം ചാപ്റ്റർ വരെ നാം കാണുന്നത്. തുടർന്ന് 12-ാം അധ്യായത്തിൽ ഇവർ കീഴടക്കിയ 31 പട്ടണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഈ ഗ്രന്ഥകാരൻ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ആദ്യത്തെ 6 വാക്യങ്ങളിൽ ജോർദാന് കിഴക്ക് കീഴടക്കിയ സ്ഥലങ്ങളും 6 മുതൽ 12-ാം വാക്യം വരെ ജോർദാന് പടിഞ്ഞാറ് കീഴടക്കിയ സ്ഥലങ്ങളുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 23-24 അധ്യായങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ജോഷുവ ഇസ്രായേൽ ജനത്തിനും നേതാക്കന്മാർക്കും നൽകിയ അന്തിമ ഉപദേശമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നാം കണ്ടു മോശയും ഇതുപോലെ അന്തിമ ഉപദേശം നൽകുന്നതായിട്ട്. ജോഷുവയുടെ അന്തിമ ഉപദേശങ്ങളുടെ സംഗ്രഹം എന്നത് 2 കാര്യങ്ങളിൽ നമുക്ക് ഒതുക്കാം. ഒന്നാമത്തേത് അന്യദൈവങ്ങളെ ആരാധിക്കരുത്. രണ്ടാമത്തേത് അന്യമതസ്ഥരുമായിട്ട് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. ഈ 2 കൽപ്പനകൾ നിങ്ങൾ പാലിച്ചാൽ കാനാൻ ദേശം എന്നേക്കുമുള്ള നിങ്ങളുടെ അവകാശമായിരിക്കും. അല്ലാത്ത പക്ഷം ഇതിലേതെങ്കിലും ഒന്ന് ലംഘിക്കുന്ന പക്ഷം കാനാൻ ദേശത്ത് നിന്ന്
കർത്താവ് തന്നെ നിങ്ങളെ ബഹിഷ്കരിക്കും. ഇതാണ് 23-24 അധ്യായങ്ങളുടെ ഉള്ളടക്കം. 110 വയസ്സിലാണ് ജോഷുവ മരണമടയുന്നത്. ജോഷുവയുടെയും ഏലിയാസിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ചെറിയൊരു വിവരണം നൽകിക്കൊണ്ട് ഈ ജോഷുവയുടെ പുസ്തകം സമാപിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസം ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഒരു ക്രൈസ്തവനെന്ന നിലയിൽ ഏറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം എല്ലാം ജീവിക്കുന്നത്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ജോഷയെ പോലെ 100% കർത്താവിനോട് നമുക്ക് വിശ്വസ്തത പുലർത്താം. അന്ത്യശ്വാസം വരെ ഈ ക്രൈസ്തവ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. ഈശോയ്ക്ക് വേണ്ടി ധീരമായി പോരാടുന്ന പടയാളികളായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.